ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ണാശുപത്രിയിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാസിമിനെ കൊണ്ടാണ്. അവന് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞിട്ട് ENT കാണിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ടെസ്റ്റ് ആക്കിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് തലക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ഒന്ന് കണ്ണ് ടെസ്റ്റാക്കി നോക്കുക പറഞ്ഞ്. അങ്ങനെ കണ്ണാശുപത്രിയിലേക്ക് വന്നതാണ്. അങ്ങനെ അവന് തുള്ളി മരുന്നെല്ലാം ഒട്ടിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അരമണിക്കൂർ കാത്തിക്കാൻ പറഞ്ഞവർ. അങ്ങനെ നമ്മൾ അരമണിക്കൂർ കാത്തുനിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയട്ടാ. അപ്പോൾ അവർ പറഞ്ഞ് ചെറുങ്ങനെ ഒരു കാഴ്ചക്കുറവുണ്ട്, അടുത്ത ആഴ്ച വാന്ന് പറഞ്ഞ്. അങ്ങനെ വിറ്റാമിൻ്റെ ഗുളിക മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഉണ്ട് ഭയങ്കര മഴ. അങ്ങനെ മഴയെല്ലാം പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ട് കണ്ണട വെക്കണ്ട എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിന്. ചെറുപ്രായമല്ല, അങ്ങനെ ഈ പ്രായത്തിൽ തന്നെ കണ്ണട വെക്കുമ്പോൾ ചെറിയൊരു ബേജാറ് പോലെ. അങ്ങനെ അവന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത്. അപ്പോൾ അവന് ചെറുങ്ങനെ കാഴ്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നരവിൻ്റെ ടെസ്റ്റൊക്കെ എഴുതി, അപ്പം അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ നാസിമിന് കുറച്ച് ദൂരക്കാഴ്ച കുറവുണ്ട് കേട്ടോ. അവന് ദൂരക്കാഴ്ച ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തായാലും കണ്ണട വേണ്ടി വരും, ഡെയിലി വെക്കണമെന്ന് പറഞ്ഞ്. കണ്ണട ഊരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് കണ്ണട വാങ്ങിക്കാൻ പോയി. അവൻ കുറേ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ഡമ്മിയൊക്കെ ഇട്ട് നോക്കി. പിന്നെ നമുക്ക് ഏത് ഫ്രെയിമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി കുറേ ഫ്രെയിമെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നാസിമിന് ആ അവൻ വെച്ച കണ്ണടയിൽ ഒരു ഓട്ടയുണ്ട്, ഗ്ലാസ്സില്ല എന്നെല്ലാം പറഞ്ഞവന് ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ ഇനി മുതൽ നാസിമിന് ഒരിക്കലും കണ്ണട മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഡെയിലി വെക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് മറ്റേ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. മൊബൈലിന് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കലും അതിന് മൊബൈൽ അവന് യൂസാക്കാൻ കൊടുക്കണ്ടെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇതേപോലെ കുറേ കുട്ടികൾ ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ട് പറഞ്ഞ് കണ്ണിൻ്റെ പ്രശ്നമായിട്ട്. മിക്കതും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. പിള്ളേരുണ്ടെങ്കിൽ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ അവൻ ഓരോരോ ഫ്രെയിം ഇട്ട് നോക്കുന്നുണ്ട് ഏത് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെ ഫ്രെയിം ശരിയാക്കാൻ കൊടുത്ത് ലെൻസ് ഇടാനെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ അരമണിക്കൂർ അവിടെ കാത്തിക്കാനുണ്ടായിന്. അപ്പോഴത്തേന് അടുത്ത ചേച്ചിയായിട്ട് അവന് ഭയങ്കരത്തിൽ കൂട്ടായിട്ടാ. മുന്നേ പരിചയമുള്ളതാണ് അവന് ചേച്ചിയോട് സംസാരിക്കലും ചേച്ചി അവനോടായാലും അവർ രണ്ട് നല്ല സ്നേഹം ഉണ്ടായിന് അവർക്ക് രണ്ടാൾക്കും ഇടയിൽ. ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞിട്ട് അവരെ വിഷയത്തിൽ. അങ്ങനെ നമുക്ക് കണ്ണടയൊക്കെ കിട്ടി. അത് നല്ല ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ അവന് പച്ച കളറിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നമ്മൾ കണ്ണാടിയും മേടിച്ചൊരു ടാബ്ലറ്റ് മേടിക്കാനുണ്ടായിന്. അങ്ങനെ ടാബ്ലറ്റും മേടിച്ച് വന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കാണ് വീണ്ടും മഴയുള്ളത്. അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞില്ലാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് അവന് ഈ മഴയ്ക്ക് തന്നെ അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിൽ മിൽക്ക് മേടിച്ചു കൊടുത്തവന്. അവന് ഫുഡൊന്നും വേണ്ട, അവിൽ മിൽക്ക് മാത്രം മതി എന്ന് പറഞ്ഞ്. അവനൊരു വൈകുന്നേരം ടൈമാണ്, ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് അവിൽ മിൽക്കും മേടിച്ചു കൊടുത്ത്. ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കാത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ.